എത്ര മലയാളി സെലിബ്രിറ്റീസിന് വരെ അബ്രോഡ് റെസിഡൻസി ഉണ്ടെന്ന് അറിയാമോ? വൈ? ഇന്ന് നടക്കുന്ന മൈഗ്രേഷൻ എഞ്ചിനീയർ ചെയ്ത് ഡിസൈൻ ചെയ്ത ഒരു സിസ്റ്റമാണ്. സത്യമാണ്, കഴിഞ്ഞ 5 വർഷം ഓൺ ആൻ ആവറേജ് ഡെയിലി 500 പേര് വെച്ച് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് വെക്കുന്നുണ്ട്. ഡെയിലി ആയിരക്കണക്കിന് ആളുകൾ നാട് വിടുന്നുമുണ്ട്. പക്ഷേ അത് റോഡ് കൊള്ളാത്തത് കൊണ്ടോ സിവിക് സെൻസ് ഇല്ലാത്തത് കൊണ്ടോ ആണ് എന്ന ഫേക്ക് നറേറ്റീവ് നിർത്തി അതിൻ്റെ റിയൽ റീസൺ ഇൻ ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ആ തിരിച്ചറിവാണ് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ വരുന്ന ജനറേഷൻ്റെയും ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലോട്ട് വരുന്നത് എങ്കിൽ വെൽക്കം. നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളുടെ ഫിനാൻസും ലൈഫും ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഇവിടെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ സമയം ഇവിടെ വേസ്റ്റ് ആയി പോവില്ല. ലക്ഷക്കണക്കിന് വീഡിയോസിനിടയിൽ എന്നെ നിങ്ങൾക്ക് മിസ്സായി പോകാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക. ആദ്യം തന്നെ ഒരു നോട്ടീസ് പോലെ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ബാൻ എന്തിനാണ് എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ അവിടെ ഇവിടെയും കമന്റായി നിങ്ങൾക്കത് കാണാം. സത്യത്തിൽ 3 ലക്ഷം വർഷം മുന്നെയാണ് ഇന്നത്തെ കെന്യ, ടാൻസാനിയ ഏരിയയിൽ നമ്മൾ ഹോമോ സാപ്പിയൻസ് ഉണ്ടായത്. അവിടെ തന്നെ നമ്മൾ 2.5 ലക്ഷം വർഷം കറങ്ങി ഇങ്ങനെ നടന്നു. നല്ല റോഡ് ഇല്ലാത്തത് കൊണ്ടോ ആളുകൾക്ക് സിവിക് സെൻസ് ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല അവിടെ നിന്ന് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. അവിടെ നിന്നും സക്സസ്ഫുൾ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്തു പോയ 2000-ൽ താഴെ മാത്രം ആളുകളാണ് ഇന്നത്തെ നമ്മളെല്ലാവരുമായിട്ട് മാറിയത്. അതിൽ ഇലോൺ മസ്ക് ഉണ്ട്, ഐൻസ്റ്റൈൻ ഉണ്ട്, മമ്മൂട്ടി ഉണ്ട്, ഷാജഹാനും മുംതാസും ഉണ്ട്, ഗാന്ധി ഉണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. സോ മൈഗ്രേഷൻ എന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് മൈഗ്രേഷൻ നടക്കുന്നത്. ഇൻഫാക്ട് ഒരുപാട് ആളുകൾ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന UK-യിൽ നിന്നും മോർ ദാൻ 15,000 മില്യണേഴ്സാണ് ലാസ്റ്റ് ഇയർ മൂവ് ഔട്ട് ചെയ്തത്. ഞാൻ ജീവിക്കുന്ന ന്യൂസിലൻഡിൽ ലാസ്റ്റ് ഇയർ റെക്കോർഡ് എക്സിറ്റ് ആണ് നമ്മൾ കണ്ടത്. പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഡാർക്ക് സൈഡ് ഓഫ് ലിവിംഗ് ഇൻ കേരള എന്നൊരു വീഡിയോ 1.5 വർഷം മുന്നേ ചെയ്തപ്പോൾ വേറെ ലെവലിൽ മെച്ചൂർ ആയിട്ടുള്ള കമന്റ്സ് ആണ് ഞാൻ അതിൻ്റെ അടിയിലെല്ലാം കണ്ടത്. കേരളത്തിനെ മോശമാക്കാനല്ല, വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാനാണ് ഞാനവിടെ ശ്രമിച്ചത്. എന്നാൽ അവിടെയും ഈ ലെവലിലുള്ള നിനക്ക് വേണ്ടെങ്കിൽ നീ നാട് വിട്ട് പോടാ ടൈപ്പ് ഓഫ് കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. വളരെ ചെറിയൊരു മൈനോറിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അതിനുവേണ്ടി ഞാൻ കളയുന്നില്ല. ഒരേ ഒരു കാര്യം അവർക്ക് വേണ്ടി ഞാൻ പറയാം. ഏതെങ്കിലും ഒന്നിനെ വിമർശിക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ തലച്ചോറിന് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ചങ്ങല എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും തിരിച്ചറിയും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കോർ ടോപ്പിക്കിലോട്ട് കിടക്കാം. പോയിന്റ് നമ്പർ 1, അൺഎൻഡിങ് ഹസിൽ. ഇന്ത്യയുടെ GDP 4 ട്രില്യൺ കടന്നാലും ആവറേജ് ഒരാളുടെ ഇന്ത്യയിലെ വരുമാനം എത്രയാണ്? അംബാനിയെ പോലെയുള്ള ടോപ്പ് 5% ബില്യണേഴ്സിനെ കണക്കിൽ നിന്നും ഒഴിവാക്കിയാൽ 10,000 രൂപയിൽ താഴെയാണ് ഇന്നും ആവറേജ് ഇന്ത്യക്കാരുടെ മന്ത്ലി ഇൻകം. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ പ്രോബ്ലം ആളുകൾക്ക് ഇൻകം കൂടുന്നതോ കുറയുന്നതോ അല്ല. എനിക്ക് തോന്നുന്നത് ഇൻകം ഗ്യാപ്പ് വേരി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ട്രക്ക് ഓടിക്കുന്ന ഒരു ഡ്രൈവറിനെ കൺസിഡർ ചെയ്യാം. അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട്. ഇനി ഗൾഫ് കൺട്രിയിൽ പോയി സെയിം ജോലി ചെയ്യുന്ന മറ്റൊരു ഡ്രൈവർ, അദ്ദേഹത്തിനും നാട്ടിലൊരു കുട്ടിയുണ്ട്. ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ആ NRIക്ക് നാട്ടിൽ അഫോർഡ് ചെയ്യാൻ സാധിച്ചേക്കാം. ബട്ട് നാട്ടിലെ സാലറി കൊണ്ട് ചിലപ്പോൾ ആ നാട്ടിലുള്ള ഡ്രൈവറിന് അത് സാധിച്ചു എന്ന് വരില്ല. ഇനി ബുദ്ധിമുട്ടിയാണെങ്കിലും ആ സ്കൂൾ ഫീസ് അടച്ചാൽ പോലും അവിടെ ഒന്നും തീരുന്നില്ല. ആ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് പലതരത്തിലുള്ള സോഷ്യൽ സ്ട്രെസ്സിലും കമ്പാരിസണിലും തന്നെ ആയിരിക്കും മുന്നോട്ട് പഠിച്ച് പോകുന്നത്. ഈ സ്ട്രെസ് പതിയെ പാരൻസിലോട്ടും ട്രാൻസെൻഡ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇൻകം കൂട്ടാനായിട്ട് നാട്ടിലുള്ള ട്രക്ക് ഡ്രൈവറിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്താണ്? അപ്സ്കില്ല് ചെയ്യാൻ സാധിക്കുമോ? കണക്കുകൾ പറയുന്നത് മജോറിറ്റി ലോ ഇൻകം ജോബ്സും നമ്മുടെ നാട്ടിൽ ഒരു അപ്സ്കില്ലിംഗ് ലാഡർ ഇല്ല എന്നാണ്. ഒരു എക്കണോമിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ റിഫോമോ ലേബർ മാർക്കറ്റിൽ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ചേഞ്ചോ വരാതെ ഇവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മാറ്റം വരില്ല എന്നുമാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള അടുത്ത ഓപ്ഷൻ എന്താണ്? സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുക, അതല്ലെങ്കിൽ റിസ്ക് ഫ്രീ ആയ ഒരു വിസ എടുത്ത് നാട് വിടുക. ഇനി ഈ പറഞ്ഞ 2 ഓപ്ഷനും ചെയ്യാൻ സാധിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നെവർ എൻഡിങ് ഹസിലായിരിക്കും ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇനി പോയിന്റ് നമ്പർ 2, ഫ്രീഡം ഈസ് നോട്ട് ഫ്രീ. നമുക്കൊക്കെ ഫ്രീ ആയിട്ട് കിട്ടേണ്ടതും അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ വളരെ എക്സ്പെൻസീവുമായിട്ടുള്ള ഒരു സംഭവമാണ് ഫ്രീഡം. മിക്ക ആളുകളും വിക്ടിംസ് ആണ് എങ്കിലും സ്ത്രീകളായിരിക്കും കൂടുതൽ ഇത് അനുഭവിക്കുന്നത്. നമുക്കിത് പെട്ടെന്ന് വിസിബിൾ ആകുന്നത് അബ്രോഡ് പോയ ആണുങ്ങളോട് ചോദിച്ചാൽ ഒരു 80% ആളുകളും നാട്ടിൽ തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹമോ ഡ്രീമോ ഉള്ളവരായിരിക്കും. എന്നാൽ 80% സ്ത്രീകളും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പേഴ്സണലി അബ്രോഡ് തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. സ്ത്രീകൾ നാട്ടിലെ കാര്യങ്ങളൊന്നും മിസ് ചെയ്യുന്നില്ല, അവർക്ക് നാട് ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറയുന്നത്. ജെൻഡർ റോൾസ് ഇല്ലാതെ, സ്റ്റെയറിംഗ് ഇല്ലാതെ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോടുകൂടി, സേഫ്റ്റിയോടുകൂടി, കമന്റടി ഇല്ലാതെ വണ്ടി ഓടിച്ച് ഇഷ്ടമുള്ള വേഷം ധരിച്ച് ജീവിച്ച് തുടങ്ങുമ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് തിരികെ വരിക എന്നത് അവർക്ക് ഇമ്പോസിബിൾ ആയിട്ട് മാറും. ഈ മേളിൽ പറഞ്ഞ ഫ്രീഡം ഒക്കെ ആണുങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിലും അവർക്കും ഇല്ലാത്ത പല ഫ്രീഡംസും നാട്ടിലുണ്ട്. സൈക്കോളജി, ന്യൂറോ സയൻസ്, ഇവല്യൂഷൻ എല്ലാ സയൻസും കാണിച്ചു തരുന്ന കൺക്ലൂഷൻ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ സ്കിൽസ് ഇതെല്ലാം ടോപ്പ് ലെവലിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് ഫ്രീഡം ഉള്ളപ്പോഴാണ്. നമ്മുടെ നാട്ടിലെ വലിയൊരു പോപ്പുലേഷനും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടേണ്ട ആ ഫ്രീഡം വാങ്ങാനായിട്ട് കൊടുക്കുന്ന പ്രൈസ് ആണ് പലപ്പോഴും ഇന്റർനാഷണൽ കോളേജ് ഫീസും വിസയും ഒക്കെ. ഇനി പോയിന്റ് നമ്പർ 3, ടു സ്റ്റേ അലൈവ്. ഒരു ഫ്ലാറ്റിന് തീ പിടിച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം?
എന്ന് എത്ര പേർക്കറിയാം? നമ്മുടെ മുന്നിൽ ഒരാൾ കൊളാപ്സ് ആയിട്ട് വീണാൽ CPR കൊടുക്കാൻ എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട്? എല്ലാം വിട്ടേക്കൂ. നമ്മുടെ വൈറ്റിലെ ഹബ്ബിലൂടെയോ മാളുകളിലൂടെയോ ഒക്കെ നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ബോക്സിൽ ഈ ഉപകരണം ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാത്ത ഒരാൾക്ക് കാർഡിയാക് അറസ്റ്റ് വന്ന ഒരാളെ 80% വരെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണത്. അതിന്റെ പേര് എത്ര പേർക്കറിയാം? അറിഞ്ഞിട്ടും ഉപയോഗിക്കാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാൽ ഇത് അറിയുന്ന ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോഴാണോ അറിയാത്ത ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോഴാണോ സർവൈവ് ചെയ്യാനുള്ള നമ്മുടെ ചാൻസസ് കൂടുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു കാഷ്വാലിറ്റി സംഭവിച്ചാൽ പെട്ടെന്ന് നിയമങ്ങൾ ഉണ്ടാകും. ഫ്ലാറ്റുകളുടെ സേഫ്റ്റി, ഹൗസ് ബോട്ടിന്റെ സേഫ്റ്റി, റോഡുകളുടെ സേഫ്റ്റി, ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് പോലും ആക്സസ് ഇല്ലാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻ, റിസ്ക് ഉള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട സേഫ്റ്റി റെഗുലേഷൻസ് ഇല്ലായ്മ, അഡൾട്രേറ്റഡ് അല്ലാത്ത ഭക്ഷണം പോലും ഉറപ്പില്ലാത്ത അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ ഡസൻസ് ഓഫ് ആർട്ടിക്കിൾസ് നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ചോദ്യം ഇതാണ്, നഷ്ടം സംഭവിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണോ നമുക്ക് വേണ്ടത്? റൈറ്റ് ടു ലൈഫ് എന്നത് പോസ്റ്ററിലോ ഭരണഘടനയിലോ മാത്രമുള്ള വാക്കല്ല. അത് നമ്മൾ നടക്കുമ്പോഴും താമസിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും പ്രാക്ടിക്കലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട അവകാശമാണ്. അതില്ല എങ്കിൽ അതുള്ള നാട്ടിലോട്ട് ആളുകൾ പോകുന്നത് വളരെ നാച്ചുറൽ ആയിട്ടൊരു പ്രോസസ്സുമാണ്. ഇനി പോയിന്റ് നമ്പർ 4, എ ബെറ്റർ ഫ്യൂച്ചർ. അതെ, ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ഇതിലെല്ലാം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബെറ്റർ ഫ്യൂച്ചർ വരുന്നുണ്ട്. ഉറപ്പാണോ? നമുക്ക് ഒരു ബെറ്റർ ഫ്യൂച്ചർ പ്രോമിസ് ചെയ്യാൻ സാധിക്കുമോ? 90s $1 വാങ്ങാനായിട്ട് നമ്മുടെ 43 രൂപ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. കഴിഞ്ഞ വർഷം അത് 80 രൂപയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അതിനെപ്പറ്റി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, റുപ്പി വീക്ക് ആയതല്ല, ഡോളർ സ്ട്രോങ് ആയതാണ് എന്നും. റുപ്പി അതിൻ്റെ വാല്യൂയിലേക്ക് എത്തും എന്നുമാണ് പറഞ്ഞത്. അങ്ങനെ എത്തി കഴിഞ്ഞ വീക്ക് അത് 90 രൂപയിലെത്തി. വേണ്ട, ഞാൻ എക്കണോമിക്സ് പറയുന്നില്ല, സാധാരണക്കാരൻ്റെ ലൈഫിലോട്ട് വരാം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നെറ്റ്ഫ്ലിക്സിലെ ഫ്രെഡ് വെസ്റ്റ് അതല്ലെങ്കിൽ ടൈലനോർ മർഡർ കേസ് പോലെയുള്ള ഡോക്യുമെന്ററികൾ ഒന്ന് കാണുക. 1970കളിലും 60കളിലും ഒക്കെ നടന്ന റിയൽ ഇൻസിഡൻസ് ആണിതെല്ലാം. ആ സ്റ്റോറീസ് അല്ല എൻ്റെ ഇവിടുത്തെ പോയിന്റ്. പക്ഷേ ആ ഡോക്യുമെന്ററികളിൽ പല സീനിലും കാണുന്ന അന്നത്തെ സ്ട്രീറ്റ്സ്, അവിടുത്തെ പ്ലാനിങ്, റൂൾസ്, ഡിസിപ്ലിൻ. ഇന്ന് 2026 65 വർഷം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ പ്ലാനിങ്ങോടുകൂടി പണിയുന്ന ഒരു സ്ട്രീറ്റ് പോലും ഉണ്ടോ? അപ്പൊ എന്താണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഹോപ്പ് ചെയ്യേണ്ടത്? ഇതൊക്കെ മാജിക്കലായിട്ട് ഒരു ദിവസം ഇങ്ങനെ സംഭവിക്കും എന്ന് നമ്മൾ കരുതണം. പ്രത്യേകിച്ച് അതിനു വേണ്ടി എഫേർട്ട് ഒന്നും ഇന്ന് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വിസിബിളി സാധിക്കുന്നില്ല എങ്കിൽ എന്താണ് നമ്മുടെ ഫ്യൂച്ചർ? ഇനി അതും അവിടെ നിൽക്കട്ടെ, നമ്മുടെ റോഡ് കൾച്ചർ ബെറ്റർ ആവുന്നതായിട്ടാണോ മോശമാവുന്നതായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന്റെ രീതി മാറുന്നുണ്ടോ? നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ നാട്ടിൽ നിർത്താനായിട്ട് എന്തൊക്കെ ലോങ് ടേം പ്ലാൻ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്? അങ്ങനെ നടപ്പിലാക്കുന്നുണ്ടോ? GDP മാത്രം ഗ്രോ ചെയ്താൽ എൻ്റെ ബേസിക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബെറ്റർ ആവില്ല. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GDP മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത പോയിന്റ്, ടോളറൻസ് ലെവൽ. പീപ്പിൾ ഡു നോട്ട് ലാക്ക് ഇന്റലിജൻസ്. പീപ്പിൾ ലാക്ക് ചെയ്യുന്നത് ടോളറൻസ് ആണ്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ജയസൂര്യ അഭിനയിച്ച ഈശോ എന്ന സിനിമയുടെ പേര് മാറ്റണം എന്ന വിഷയത്തിൽ പ്രൈം ടൈം ന്യൂസ് ചാനൽ ചർച്ച നടന്ന ഒരു സമയം. ഒരു സിനിമയുടെ പേരിലേക്കാണ് നമ്മുടെ ടോളറൻസ് ലെവൽ എത്തി നിൽക്കുന്നത്. ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മുടെ ഫാനറ്റിക് കൾച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ആക്ടറിന്റെ ഫാൻ ആകുക, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ടർ ആകുക, പിന്നീട് അവർ ചെയ്യുന്നതെല്ലാം ജസ്റ്റിഫൈ ചെയ്യുക, അവർക്ക് വേണ്ടി വഴക്കിടാൻ ടൈം, എനർജി, ലൈഫ് കളയുക. ഇനി ഇതൊന്നും വേണ്ട, സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരാളെയും അവരുടെ വഴിക്ക് പോകാൻ നമ്മൾ സമ്മതിക്കാറില്ല. ഈ അമ്മാവൻ ആന്റി സിൻഡ്രം നമ്മൾ ചിരിച്ചു കാണുന്നതിനും അപ്പുറം വളരെ ഡീപ്പും ക്രിട്ടിക്കലുമാണ് എന്ന് മനസ്സിലാക്കുക. അക്കാഡമിക് ആയിട്ടുള്ള മാർക്ക് ചോദിക്കുക, കല്യാണമായോ എന്ന് ചോദിക്കുക, ജോലി, സാലറി, വീട്, കാറ്, കുട്ടി, സെക്ഷുവാലിറ്റി, ഈ ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ, ഈ സൊസൈറ്റിയെ വെറുക്കാൻ ട്രെയിൻ ചെയ്യുന്നത്. ഈ ചോദ്യം സ്നേഹം കൊണ്ടോ കൺസേൺ കൊണ്ടോ അല്ല, മറിച്ച് ജഡ്ജ് ചെയ്യാനായിട്ട് ചോദിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇന്നത്തെ കുഞ്ഞു പിള്ളേർക്ക് പോലും ഉണ്ട്. അവസാനമായിട്ട് ഒരേ ഒരു പോയിന്റ്, മിസ്സിംഗ് ദ ഹോം ടൗൺ. നമ്മൾ ജീവിച്ച് വളർന്ന ഹോം ടൗൺ വിട്ടുപോകുക എന്നത് വളരെ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു ഡിസിഷൻ അല്ല. നമ്മുടെ ഹോം ടൗണിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ വന്ന് ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ചിന്തിക്കാത്ത ഒരു NRI പോലും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നാട് വിട്ടു പോകുന്ന ഏതൊരാളും അവരുടെ ഡിയറസ്റ്റ് ആയ പേരൻസ് ഏജ്ഡ് ആവുന്നത് വീഡിയോ കോൾ വഴിയായിരിക്കും കാണാൻ പോകുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ഗ്രാമവും സിറ്റിയും ടൗണും ജംഗ്ഷനും ചായക്കടയും ഒക്കെ വിട്ടു പോകുന്ന ഡിസിഷൻ ഒട്ടും എളുപ്പവും ആയിരുന്നില്ല. ബട്ട് റിയാലിറ്റി, ഇങ്ങനെ ഒരു ഇമോഷനും നമ്മുടെ ബ്രെയിനിൽ ഹാർട്ട് വയേർഡ് ആയിട്ടുള്ള മൈഗ്രേഷനെ ഓവർ റൈഡ് ചെയ്യാൻ തരത്തിൽ പവർഫുൾ അല്ല എന്നുള്ളതാണ് സത്യം. ഈ നൊസ്റ്റാൾജിയ എന്നെ പലപ്പോഴും റിമൈൻഡ് ചെയ്യുന്നത് മലയാളത്തിലെ മഞ്ചാടിക്കുരു എന്ന സിനിമയും മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ എന്ന നോവലുമാണ്.
പക്ഷേ ഈ ആർട്ടിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം നൊസ്റ്റാൾജിയ ഇവരൊക്കെ വല്ലാതെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നുണ്ട് എന്നാണ്. ബട്ട് റിയാലിറ്റി നമ്മുടെ മനസ്സിലുള്ള ആ നൊസ്റ്റാൾജിക് പാസ്റ്റ് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് സത്യം. കലിങ്കിലിരുന്ന് ഫ്രണ്ട്സുമായിട്ട് കത്തി അടിച്ചതോ രാത്രി കറങ്ങി നടന്നതോ ഒക്കെയാണ് നിങ്ങളുടെ നൊസ്റ്റാൾജിയ എങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ ആ യൂണിവേഴ്സ് തന്നെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പലപ്പോഴും നൊസ്റ്റാൾജിയ കാരണം തിരികെ പോകണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഓർക്കാൻ ശ്രമിക്കുന്ന ഡയലോഗ് സിനിമ പാരഡൈസോ എന്ന സിനിമയിലെ കുഞ്ഞു കുട്ടിയായ ടൊട്ടോയോട് ആൽഫ്രഡോ പറയുന്ന ഡയലോഗാണ്. ഡോണ്ട് കം ബാക്ക്, ഡോണ്ട് ലുക്ക് ബാക്ക്, ഡോണ്ട് ലെറ്റ് നൊസ്റ്റാൾജിയ ചേഞ്ച് യു ടു ദിസ് ടൗൺ. നമ്മൾ ഓരോ ആളുകളും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇന്ത്യയിൽ ജനിച്ച അവിടെ തന്നെ വളരണം എന്ന ഡിസിഷൻ ഒരാൾക്കുണ്ട് എങ്കിൽ ഗുഡ് ഫോർ ദം, അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഗിവ് ഇറ്റ് എ ഗോ. ഇന്ത്യയിലോട്ടുള്ള ഗേറ്റ് എപ്പോഴും നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആയിരിക്കും. മനുഷ്യന്റെ ഇവല്യൂഷൻ സത്യത്തിൽ ഇവല്യൂഷൻ ഓഫ് പ്ലേസസ് കൂടെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആഫ്രിക്ക തൊട്ട് ഇനിയും നമ്മൾ പോകാൻ പോകുന്ന മാർസും ഒക്കെ നമ്മുടെ ഇവല്യൂഷൻ തന്നെയാണ്. ഓരോ ആളുകളും ഏത് നാട്ടിലാണ് ജീവിക്കേണ്ടത്, നാടിനോടുള്ള സ്നേഹം, ഇതൊന്നും പറഞ്ഞു പഠിപ്പിക്കാൻ അതല്ലെങ്കിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒപ്പീനിയൻ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനല്ല ഈ വീഡിയോ കൊണ്ട് ഞാൻ ശ്രമിച്ചത്. എൻ്റെ പലതരത്തിലുള്ള കൺസേൺ ഷെയർ ചെയ്യുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഈ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഈ ടോപ്പിക്കിലുള്ള അഭിപ്രായങ്ങൾ അറിയാൻ ഒരുപാട് താല്പര്യമുണ്ട്. നമുക്ക് അത് താഴെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.